Good morning, sir. Yes, good morning, Nancy. Good morning, sir. Good morning, sir. Rasila, Anu, Good good morning, morning. sir. Suji Lakshmi, good morning. ഞാൻ പറഞ്ഞു Yes, പറഞ്ഞോളൂ Rasila. സർ കേട്ടില്ല. ഹലോ. എന്താ പറയാൻ പോയത് Rasila? ഇല്ല ഇവിടെ ഞാനൊരു ന്യൂ സ്റ്റുഡന്റ് ആണ്. ഇന്ന് മുതലാണ് ജോയിൻ ചെയ്തത്. ഞാൻ ഓൾറെഡി MT7 ബാച്ചിൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 3 മാസത്തെ ക്ലാസ്സേ കിട്ടിയുള്ളൂ. അപ്പൊ എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു ഡെലിവറിയുടെ കാര്യം കൊണ്ട്. പിന്നെ ഞാനിപ്പോ എന്നെ ജയദേവ് സാറ് ഈ MT17 ബാച്ചിലോട്ട് പിന്നെ ആഡ് ചെയ്തതാണ്. അപ്പൊ MT7 ഞാൻ 3 മാസത്തെ ക്ലാസ് കേട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്ന്. പിന്നെ ഇപ്പൊ ഇതിലോട്ട് സാർ എനിക്ക് പിന്നെ ആഡ് ചെയ്ത് തന്നാണ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട്. No problem. Yes. അപ്പോ MT17 കരുത്തരായവരോടൊപ്പം കരുത്തരായവരുടെ കരങ്ങളിലേക്ക് റസീനയെ ഏൽപ്പിക്കുകയാണ്. സർ ഒരു കാര്യം കൂടിയും, ഇവരെ ആരെങ്കിലും ഗ്രൂപ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാൻ പറയൂ. പറഞ്ഞേക്കാം ചേച്ചി. സാർ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ 2 പേരും ക്ലാസ്സിൽ കയറാറില്ല. അവരെ കുറിച്ച് ഒരറിവും ഇല്ല സാർ. പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ നമ്പർ ഇതില് ഞാൻ എങ്ങനെ തരുവാ? അല്ലേ, അവരുടെ നമ്പർ ഉണ്ടെങ്കിൽ ചേച്ചി റസീന ചേച്ചീനെ ഞാൻ പേഴ്സണൽ ആയിട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ ഷിജിന എന്ന് പറഞ്ഞ ചേച്ചിയുടെ മെസ്സേജ് നമ്പർ ഇട്ട് തരാം. അപ്പൊ ചേച്ചി ആ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്താൽ മതി. അത് മതി. എന്തോ കേട്ടില്ല. ഷിജിന വരാറില്ലല്ലേ? ഹലോ, ഓക്കെ. അല്ല, ഷിജിന ചേച്ചി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ കേറുന്നില്ല. ഗ്രൂപ്പിലും ആൾ ആക്റ്റീവ് അല്ല. അതെ. ഇടക്ക് വെച്ച് എവിടെയെങ്കിലും പോകുമ്പോ പോണെന്ന് പറഞ്ഞിട്ട് പോണ ആളല്ലേ ഉദ്ദേശിച്ചത്? അത് തന്നെ. യെസ്. അപ്പൊ റസീനയെ നമ്മൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യെസ്, ഓക്കെ. MT7 ആരെയും ഇംഗ്ലീഷ് എടുത്തത്? MT7 ആരായിരുന്നു ഇംഗ്ലീഷ് എടുത്തിരുന്നത്? ടീച്ചറായിരുന്നില്ലേ? അത് അശ്വതി മിസ് ആണെന്ന് തോന്നുന്നു. അശ്വതി മിസ്. ഓക്കെ. MT8 ഞാൻ. യെസ്. പിന്നെ ജിഷ മിസ് ഉണ്ടായിരുന്നു. പിന്നെ 2 മിസ്സുമാരെ കൂടി. കോമൺ ആണ്. ഇംഗ്ലീഷിന്റെ കേസ് അന്നേരം മാറും. ഓക്കെ. റസീന്റെ നാട് എവിടെയാണ്? എന്റെ നാട് എറണാകുളം കളമശ്ശേരിയിലെ താമസിക്കുന്നത്. കളമശ്ശേരി. വെരി ഗുഡ്. യെസ്. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിന്റെ അടുത്താണോ? അവിടെ തന്നെ, മെഡിക്കൽ കോളേജിന്റെ ഒക്കെ ഭാഗം. വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഹു ഈസ് ഡൂയിങ് പ്രയർ? സർ, ഞാനാണ്. ഓക്കെ. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതൃനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. താങ്ക് യു സർ. യെസ്, വെരി ഗുഡ്. ഓക്കെ.
കഴിഞ്ഞ ദിവസവും ഇവിടെ MT8 കോൺവെക്കേഷൻ സെറമണി ഉണ്ടായിരുന്നു. അപ്പൊ അവര് MT8 പിള്ളേര് ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു. ആ സ്കിറ്റിന്റെ ഇടയില് ഈ ഒരു പാട്ട് ഉണ്ടായിരുന്നു, ഏതൊരു വിദ്യാർത്ഥി പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോ ആ സമയത്ത് അതിനെന്തോ ശാരീരിക അസ്വസ്ഥത വന്നതിന്റെ പേരിൽ ആ പാട്ട് നമ്മുടെ അശ്വതി ടീച്ചർ പാടി സ്കിറ്റിന്റെ ഭാഗമായിട്ട്. രസമായിട്ടുള്ള പരിപാടി. അവര് നമ്മുടെ ജിഷ ടീച്ചറെ കറക്റ്റ് ആയിട്ട് അവതരിപ്പിച്ചു. ജിഷ ടീച്ചർ ക്ലാസ് വെക്കണത്, ഓൺലൈൻ ക്ലാസ് വെക്കണത് നല്ല കൃത്യമായിട്ട് അവതരിപ്പിച്ചു. നല്ല കയ്യടിയും ചിരിയും കിട്ടി. യെസ്. അപ്പൊ ഞാനത് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ കോൺവെക്കേഷൻ വരുമ്പോഴേക്കും മണിപൊടി ആക്കണമെന്ന് പറയാൻ വേണ്ടി ഒരു ഹിന്ദിട്ടാണ് കേട്ടോ. യെസ്, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഓക്കെ ജിൻസി, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ ശ്രുതി. യെസ്, Good morning, sir. Thought of the day. യെസ്, പറഞ്ഞോളൂ ആരതി. Life gives us new lesson each day, not for learning, but to improve our understanding. Thank you, sir. Very good, very good. Just to improve ourselves. Okay, very good, very good. Then thought of the day. Then signing on. Signing in Jana, sir. Okay, so Good morning, sir. yes, I welcome. First of all, I welcome you just to to. Sorry, sir. take the class. Yes, sir. Good morning, sir. I welcome you and my classmates and Rasina, our new member Rasina, to our class, Yes. and our technical team. And I would like to talk about APJ Abdul Kalam. Yes. He was a great scientist and president of India. People called him Missile Man of India. He loved children very much. He always said, dream big and work hard. Thank you, sir. Very good, very good, very good. എവിടെ മുതലാണ് APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അറിയാമോ? ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ട് എന്നോട്. സംഭവം APJ അബ്ദുൽ കലാമിന്റെ ജീവിതത്തില് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പോ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി APJ അബ്ദുൽ കലാം പോകുന്ന അവിടെ മുതലാണ് APJ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയിട്ട് അവിടെ തുടങ്ങിയാണ് മാറുന്നത്. യെസ്, അതിനു മുമ്പ് ISROയിലെ സാധാരണ ഒരു എഞ്ചിനീയർ, എന്റെ അപ്പുറത്തേക്ക് ആരുമില്ലായിരുന്നു. യെസ്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക് യു വുഡ് പാസ്. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. യെസ്. അപ്പൊ അതിന്റെ ബാക്കിൽ കുറച്ചും കൂടി ഉണ്ട്, കുറച്ച് സമയം മതി, അത് നമുക്ക് എടുക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്. അപ്പോ അനു, ആർ യു റെഡി? Yes, sir. Okay, okay. I will call you later. Ready at അവിടെ ഉണ്ടായാൽ മതി. I will call you first. Okay. Then after that Sruthi Lakshmi, Sruthi MB. മൂന്ന് പേരെ, പിന്നെ ഒരാൾ കൂടി വേണമല്ലേ? നമുക്ക് വേറൊരാളുണ്ടായിരുന്നത് ജിൻസി. ഗെറ്റ് റെഡി. ജിൻസി ആൻഡ് ആൻസി. ഓട്ടെ. അപ്പൊ ഈ മൂന്ന് പേരെ സാർ എല്ലാത്തിലും ഞാനുണ്ട് സാറേ. എന്നെ ഇത്ര ഏതെങ്കിലും നിന്ന് ഒഴിവാക്കിത്താ സാറേ. അത് ഇത് സീരിയസ് ആയ വിഷയമല്ലല്ലോ. യെസ്, എല്ലാത്തിലും ഇൻവോൾവ്മെന്റ് ആവും, അതനുസരിച്ച് വ്യത്യാസം മതി. ഇത് എല്ലാവരും ഉണ്ട്. ഞാനേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നല്ല ധൈര്യമുള്ള കുറച്ച് പേരെ സെലക്ട് ചെയ്ത് വന്നോളൂ. യെസ്, ഓക്കെ, സിമ്പിൾ കാര്യമാണ്. യെസ്, ഞാനൊരു വിഷയം പറയുന്നു. നമുക്കറിയാം, രണ്ട് രീതിയിലുള്ള വിവാഹം നമ്മൾ കാണുന്നത് നമുക്ക് ചുറ്റും. ഐദർ ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്. വളരെ സിമ്പിൾ ആയ ഒരു വിഷയം ഞാൻ ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്. രണ്ടിൻ്റെതായ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് മാരേജ് ദാറ്റ് യു പ്രിഫർ? നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എങ്ങനെയുള്ള വിവാഹമാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ പ്രിഫർ ലവ് മാരേജ് ബിക്കോസ്. ആ ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എന്തുകൊണ്ട് ഒന്നോ രണ്ടോ കാരണങ്ങൾ നിങ്ങൾ പറയും.
അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് പറയാം ഐ പ്രിഫർ, ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഐ പ്രിഫർ ലവ് മാരേജ്. നിങ്ങൾക്ക് പറയാം ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് ബിക്കോസ്. അതിന്റെ കാരണം പറയാം, എന്തുകൊണ്ടാണ് എന്നുള്ള കാരണം പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാരണം പറഞ്ഞാൽ മതി. ഞാൻ ഇന്റർനാഷണൽ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റിയെന്ന് വരുന്നില്ല. അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു വിഷയം നമ്മൾ എടുത്തിട്ടിരിക്കുകയാണ്. വി ക്യാൻ two type of marriage is put forward. എന്താണ് ജിൻസി? Good morning, sir. Yes, good morning. I prefer arranged marriage, sir, Yes. because my marriage also was an arranged marriage. Then What are the parents arranged marriage, sir. The parents will take all the responsibility to the marriage. Yes. In future, also they will take care of them. Yes. I think it is better, sir. Yes. About according to Jinsi prefers arranged marriage because there is two families to support their marriage life. In later, if any inconvenience occurs, Yes, sir. there are some family members, they will involve and they will solve the problem. All problems. Yes, okay. ജിൻസിയുടേതായ എന്താ പറയാ ജീവിതത്തിൽ എന്ന് പറഞ്ഞത് ജിൻസി പ്രിഫേഴ്സ് Arranged marriage. ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ നെക്സ്റ്റ് there comes Arsu. അനു റെഡിയാകുമ്പോ ഓക്കെ അനു, ശ്രുതി, ആൻസി, പിന്നെ ജിഷ, പ്രവീണ റെഡിയാകുമ്പോൾ പറഞ്ഞു വെക്കണം കേട്ടോ. യുവർ പോയിന്റ് യു ക്യാൻ എക്സ്പ്രസ്. ഇതൊരു എക്സസൈസ് കൂടിയാണ്. യെസ്, ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് മാരേജ് വാട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ പ്രിഫർ ചെയ്തു, നോ പ്രോബ്ലം. ബിക്കോസ് I prefer arranged marriage because I had also arranged marriage. Yes. I prefer. I have also arranged marriage. In this, after meeting two people, they know each other better after marriage. Also, they grow Yes. actually grow together. They understand your cons and pros, your good and bad, and support each other in every way. Then you can become very best friend. In our love marriage, before getting married, they present their best upon other side. Yes. Other side. After marriage, both collapse and create problems, and the family also not take very interest in solving the problem. Yes. Otherwise, if the problems if parents support the love marriage, it's okay, but otherwise mainly they cannot can't support them. Yes. And in arranged marriage, they support each other and make them understand what the problem and so give solutions. Yes. That's Okay. it, sir. ആർസു ആൻസി എന്തൊക്കെയോ മനസ്സിൽ കരുതി വെച്ചിരുന്നു, അതുകൊണ്ടാണ് ആർസു പോയത്. അതാണ് ആൻസി ഞെട്ടിപ്പോയത് അല്ലേ? യെസ്, ഓക്കെ. നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ ആർസു പറഞ്ഞ പോയിന്റ് കറക്റ്റ് പോയിന്റുകളാണ് പറഞ്ഞത്. ലവ് മാരേജ് ആകുമ്പോൾ ദ ബെസ്റ്റ് സൈഡ് ദാറ്റ് വി നോ ആഫ്റ്റർ ദ മാരേജ് വി നോ ദയർ ആക്ച്വൽ ക്യാരക്ടർ that will create the problems. Okay, Arsu, your observation is very good. Yes. ഇനി ആരാണ് who is coming next? ആർക്ക് വേണമെങ്കിലും പറയട്ടോ. ഞാൻ പറയട്ടെ. ഓക്കെ, ആൻസി പറഞ്ഞോട്ടെ, ഞാൻ അടുത്ത പറഞ്ഞത്. ആൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ ജിഷ. ഓക്കെ, ആൻസി ഇപ്പൊ Sir, both are same, but I prefer to love marriage because first of all, we can understand our partner character before marriage, and Yes. also we can know if there are any bad character or any other issues or problems that they are creating. That also we can understand before marriage. So that's why I prefer to love marriage. But my marriage is arranged marriage. Yes, okay. അത് വേറെ രീതിയിൽ പറയാനാ. My marriage was love marriage, but I prefer arranged marriage. ഇത് പറയുന്നവരുണ്ട്. നേരെ തിരിച്ചാ സർ. ഞാൻ ഇത് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാണ് ആൻസിയുടെ കേസ്.
Okay. And see, പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. കാരണം we know the partner earlier, his character, everything. നമുക്ക് പറ്റൂലേ, then leave it. So if it is after the marriage, it is a very problem. Yes. Okay. And see, your observation is also considered. Okay. ജിഷയ്ക്ക് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്. Yes, ജിഷ. Sir, I prefer arranged marriage because I had arranged marriage. Yes. If we have any problem, we will get a two family support. Yes, very good. Any hospital case, money problem. Yes. Financial Problems, hospital, maybe we will admit in a hospital like that. They will support us. Very good. Then, Okay. If sometime we want money, I always ask my brother and sister. yes. Okay. That is the first benefit of the arranged marriage. Yes, okay. And my financial support from the family. Okay. Okay. And my mother-in-law and father-in-law take care of my children. Yes, very good. Yes. That is the first point of arranged marriage benefit. Yes. Okay. And they both families are very happily going. Yes, and there is a bond between the Okay. family. That's all. Okay. Okay, sir. Yes. Very good, Jisha. Very good. ജിഷയ്ക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയുന്നത് അല്ലേ? Okay. Very good, Jisha. Yes. Okay. Yes. ഇനി ആരാണ് പറയുന്നത്? അനു, are you ready? Yes, sir. ഞാൻ പറയാം. Yes. Okay. Continue. I prefer love marriage more than arranged marriage. Yes. Just because my marriage was an arranged marriage, but we didn't get much time to understand each other. We get hardly 3 months to understand each other. So I couldn't read all his minds, and there are some problems in between. Still, Yes. it's okay, but so I prefer love marriage because we will get time to understand the nature, at least the nature of the partner. I am a Yes. talkative person, and my husband is a very silent person. Just I didn't get time to talk with him. He never used to talk with me. Yes. Always behind the job. So in love marriage, I think we will get at least time to speak each other. We can understand the nature of the people. Yes. There are sometimes parents selection maybe get wrong, because Yes. we know the recent instances of Vismaya and many dowry cases. So in this sense, I prefer love marriage. Love Love after marriage is more beautiful than arranged marriage. This is my personal opinion. Yes. Okay. I know very Same, good. sir. My opinion also. Okay. ഞാൻ പറഞ്ഞിട്ട് നൽകിയതാ പോയിന്റുകളൊക്കെ റെഡിയാക്കി വെച്ചോ. Yes. Sudhi Lakshmi, are you ready? Sudhi Lakshmi. Then Sudhi MV. Yes. Narmida പറഞ്ഞോളൂ. Narmida. Sir, I had arranged marriage, but I think love marriage is better than arranged marriage. Yes. Why do you say? Because we will get time to understanding each other, then Yes. dislikes, habits, behaviors, then we make a strong bond, make facing challenges easier in Yes. love marriage. Then Relax. Okay. then We get more then time. both parents are choose the relationship willingly. Sir. Yes. Oh, that means love marriage with the consent of parents. Yes, with the consent of parents. Okay. Then sometimes arranged marriage will not very yes. Yes. Because in my case Okay. Anu പറഞ്ഞ പോലെ it will take little more time, 2 or 3 months. After that, it will be okay.
ഒന്നില്ലെങ്കിൽ മറ്റേ ആൾ ടോക്ക് ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ ഞാൻ സൈലന്റ് ആവും. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും അല്ലെ? Same problem, sir. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. യെസ്. Good one, sir. ശ്രുതി എം പി പറഞ്ഞോളൂ. ശ്രുതി. മൈ മാരേജ് ഓഫ് ലവ് മാരേജ് ആണ്. ലവ് മാരേജ്. Then which marriage you prefer? Yes. Love marriage or arranged marriage? Love marriage. Love marriage. Okay, 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 okay. Romance love individual choice. Yes, My family supporters. yes. My husband is my husband is happy his family. Yes. പിന്നെ My husband and his family happy. Yes. yes. സാറേ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല, സോറി. Okay, no problem, no problem. അത്രയും പറഞ്ഞില്ലേ? യെസ്, ഓക്കെ ഓക്കെ. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിക്കേണ്ടത്. യെസ്, ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ വളരെ സിമ്പിൾ ആയ വിഷയം എടുത്തത്. അല്ലൂസേ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഐഷ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ധന്യ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ്? ഓരോരുത്തരും പറഞ്ഞോ. ആരതി? ആരതി പറഞ്ഞില്ലല്ലോ. റസീന, യെസ്, പറഞ്ഞോളൂ റസീന. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് പറയണമെന്ന് മാത്രമേ ഉള്ളൂ, തെറ്റിയാലും കുഴപ്പമില്ല. ഇതാണ് ഇവിടുത്തെ ടെക്നിക്ക്. ഓക്കെ റസീന, പറഞ്ഞോളൂ. Sir, my marriage is arranged marriage. I also prefer arranged marriage because the family support is 100% each. Very good. And currently my life is 100% happy. Then നേരത്തെ പറയാൻ കിട്ടില്ല സാർ. പറഞ്ഞു, ഇത്രയും പേര് പറഞ്ഞാൽ ഫ്ലുവന്റ് ആയിട്ട് വന്നല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടിന്യൂ, കണ്ടിന്യൂ. Then ആരും പറയാത്ത സൈസ് എന്തെങ്കിലും പോയിന്റ് കണ്ടുപിടിക്കും. നിങ്ങൾ പറയുന്നതില് ആരും പറയാത്ത എന്തെങ്കിലും വെറൈറ്റി സാധനം കണ്ടുപിടിക്കും. അവിടെയാണ് ടീച്ചർമാർ എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ഒരു ആലോചിച്ചുള്ള സീന കുഴപ്പമില്ല. ഞാൻ പറയാം, ടീച്ചർമാർ എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ആ ടെക്നിക്ക് അവിടെ കണ്ടുപിടിക്കണം. അപ്പോഴാണ് പറയുള്ളൂ കുട്ടികൾ. നമ്മുടെ അഞ്ചു ടീച്ചർ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നടന്ന ടീച്ചർ പറയുകയാണെങ്കിൽ പ്രത്യേകത ഉണ്ടാവും. അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ കയറുന്നതിൽ നമുക്ക് കുറച്ചുകൂടി കാര്യം അങ്ങനെ സംതിങ് ഡിഫറെന്റ്. 100+ 101 നമ്മൾ സ്പെഷ്യൽ, സംതിങ് എൻ്റയർലി ഡിഫറെന്റ്. ദുഷ്യന്തൻ ശകുന്തള വിവാഹം കഴിക്കാനായിട്ട് ആദ്യം ആഗ്രഹം പറഞ്ഞത് അനസൂയയോടും പ്രിയമതയോടുമാണ്. അപ്പൊ അനസൂയയും പ്രിയമതയും ദുഷ്യന്തനോട് പറഞ്ഞതാണ്, അങ്ങേക്ക് രാജാവാണ്, ധാരാളം ഭാര്യമാരുണ്ടാകും, അതിന്റെ കൂടെ ഒരു ഭാര്യ എന്നുള്ള രീതിയിലാണ് ശകുന്തള ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞങ്ങളുടെ യജമാനത്തെയും കൊണ്ടുപോകണ്ട, മറിച്ച് അവളെ രാജ്ഞിയാക്കാമെങ്കിൽ മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ധരിക്കുന്ന ചില വിഷയങ്ങളിൽ സംതിങ് എൻ്റയർലി ഡിഫറെന്റ്. ആരും കാണാത്ത വഴികളിലൂടെ പോയി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഓക്കെ റസീന, വീണ്ടും ഏതോ പോയിന്റുകളൊക്കെ മനസ്സിലേക്ക് വന്നില്ലേ ഇപ്പൊ? ചെറുതായിട്ട് വന്നു. യെസ്, മതി. ചെറുതായിട്ട് വന്നത് വലുതായിട്ട് പറഞ്ഞാൽ മതി. യെസ്, പറഞ്ഞോളൂ. If they have any issue facing in my life, the two families are supporting in our life, especially financial problem. In any hospital case, we need support of our family. Then also our grandparents are help to help our children in we are going to any work. They are children are there in grandparents. Yes. അത്രേ ഉള്ളൂ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. റസീന പറഞ്ഞതും ജിഷ പറഞ്ഞതും ഏതാണ്ട് സെയിം ആയിട്ട് വരുന്നുണ്ട്. ജീന പറഞ്ഞോളൂ. ജീന. Sir, I prefer both love and arrange. ഡിപ്ലോമാറ്റിക് ആണ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. Because both type of marriage be successful, but it depending upon mutual respect, communication, sharing values. Yes. In arranged marriage also there is so many suicides, and we also hearing in newspapers, TVs also. But my marriage is a love marriage. Yes.
I am Christian and my husband is Hindu. Yes. In early times, my father-in-law was not accept our marriage, Yes. and we go to a rented house. Yes. And after 6 months, he called back and we come. We joined with their family. Yes. And he became very happy. Yes, very, very Yes. happy. No problems. Problems, light problems happen, but there is no more because he understand me very, very much. Sharing. It was Yes. main thing in our marriage life, and I think sharing is very important. Yes. Lucky. Yes. Correct. Correct. Very good. Very good. Jeera, I understand your observation. Thank you. Oh, Lucy പറയണ്ട. I am not married, so I am confused. എന്നാലും അല്ലൂസ് +2 കഴിഞ്ഞതല്ലേ? അപ്പൊ +2 കഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു 15 17 18 വയസ്സായിട്ടുണ്ട്. അപ്പോ അല്ലൂസിന് മനസ്സിലൊരു ചിന്ത ഉണ്ടാവില്ലേ? യെസ്, ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് യെസ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലൂസ്. അപ്പൊ ജീര, വെരി ഗുഡ് ഒബ്സർവേഷൻ. ജീരക്ക് എത്ര കുട്ടികളുണ്ട്? സാർ 2 പേര്, ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 4 വയസ്സ്. കുട്ടികൾ രണ്ടുപേരും നല്ല ബുദ്ധിയുള്ളവരല്ലേ? ആന്ന് ബുദ്ധി കൂടുതൽ. യെസ്, അതായത് പ്രത്യേകത ഉള്ളത്. രണ്ട് എക്സ്ട്രീം ജീനുകൾ ഒന്ന് വന്നു കഴിയുമ്പോൾ അവരിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന അടുത്തടുത്ത തലമുറയിലെ അതിന് ഇന്റലിജൻസ് ഭയങ്കര കൂടുതലായി. അത് ഒരു എവിടെ വേണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിക്കോ. നമ്മൾ പറയുന്നത് നമ്മൾ കറക്റ്റ് നമ്മൾ ടീ തെങ്ങുകൾ കായ്ഫലം കൂടുതൽ പറയുന്നത് ആ ജീനുകളുടെ പ്രത്യേകതയാണ് അത്. രണ്ട് എക്സ്ട്രീം. ഇപ്പൊ ഇതിന്റെ വേറെ പേരുണ്ട് ഉപയോഗിക്കുന്നത്. നിലവിലുള്ള അവസ്ഥയെ നമ്മൾ തീസിസ് എന്ന് പറയും. അതിന്റെ കൂടെ വന്നു ചേരുന്ന അതിന് ഘടക വിപരീതമായ വേറൊരു അവസ്ഥയാണ് ആന്റി തീസിസ്. അപ്പൊ തീസിസും ആന്റി തീസിസും ഒന്നിച്ചു ചേരുമ്പോൾ അതിൽ നിന്ന് തീസിസും അല്ല ആന്റി തീസിസും അല്ലാത്ത പുതിയൊരെണ്ണം വരും. ദാറ്റ് ഈസ് സിന്തസിസ്. തീസിസ് പ്ലസ് ആന്റി തീസിസ് ദാറ്റ് ഈക്വൽസ് സിന്തസിസ്. ഇതൊരു മാർക്സിയൻ ഐഡിയോളജിയാണ്. അത് പുള്ളി പറഞ്ഞ് വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏറ്റവും ആദ്യം ഉണ്ടായത് ഫ്യൂഡലിസം, ഭൂപ്രഭുക്കന്മാരായിരുന്നു ഏറ്റവും പ്രധാനമാർ. അവരെ ഒഴിവാക്കിക്കൊണ്ട് കയറി വന്ന പുതിയ ആളുകളാണ് ക്യാപിറ്റാലിസ്റ്റ്, കുത്തക മുതലാളിമാർ. അപ്പോ അതിനെ അപ്പാടെ മാറ്റിയിട്ട് പുതിയതൊരെണ്ണം വന്നു. അതിനെ മാറ്റിക്കൊണ്ട് പിന്നെ വരുന്നതാണ് സോഷ്യലിസം. അങ്ങനെ ഇങ്ങനെ ഓരോ തലങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അത് വെച്ച് പറഞ്ഞതാണ്. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത് എന്റെ കൂടെ പറയണം. ഞാൻ നേരത്തെ വിചാരിച്ചാണ്, പക്ഷെ പറഞ്ഞു ജീവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർത്തു, പക്ഷെ അത് പിന്നെ അത് വിട്ടുപോയി. യെസ്, ഓക്കെ, ലെറ്റ് us talk about that after some time. ഓക്കെ, ഇനി ആരാണ് വരുന്നത്? പ്രവീണ, ആർ യു റെഡി? പ്രവീണൊക്കെ പറയാനുള്ളത്. Good morning, sir. I'm ready. പ്രവീണക്ക് കുറച്ച് ജീവിതാനുഭവങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പൊ ധൈര്യമായിട്ട് പറയാൻ കാണുമല്ലോ. വെരി ഗുഡ്, പറഞ്ഞോളൂ പ്രവീണ. I prefer arranged marriage because there is a better understanding between family members and there will be financial support in future. If any trauma occurs in the future, there will be support from both members. Yes. Though through arranged marriage we can understand the family background also, and through arranged marriage we can preserve our moral values by respecting our elders, our parents. Yes. And that is why I am valuing arranged marriage more. I'm giving more values to arranged marriage because we are giving respect to our parents. Yes. So Pravina is in point of arranged marriage. Yes, നീ ആർക്കാണ് പറയാനുള്ളത്? ഷബനാസേ, ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ് വിച്ച് ഈസ് മോർ ബെറ്റർ എന്നുള്ളത്. ആ ശ്രുതി പറഞ്ഞോളൂ. Sir, I preferred arranged marriage because two families are directly involved in the partner selection process. Yes. They bring their experience and desire for their children's happiness. Yes. So
it's very benefit for the family involvement and Yes. share values and more stable foundation for a long-term partnership. നല്ല വേടാണ് ഉപയോഗിച്ചത്. Stable foundation. Very good, very good. Okay. Continue, Sudhi. So in my opinion, if I have an arranged love marriage, there is if my marriage is also an arranged marriage. So if I have any problem, my family is with me. But if I have a love marriage, there is no one is with me. Yes, yes. Because my family is not supportive for love marriage. Okay, okay. അതിപ്പോ നമ്മൾ ഈ ക്ലോസ് വെച്ച് പറയാം. If I had a love marriage, if a love marriage ആയിരുന്നെങ്കിൽ there will be no support. No Okay, support. okay. Yes. Because my family is not support love marriage. Yes. That's why I preferred arranged You are marriage. arranged marriage. You are a supporter of arranged marriage. Okay. Yes, sir. ഇനി ആർക്കാണ്? സാർ പറയട്ടെ? പറഞ്ഞോളൂ ഐഷ, പറഞ്ഞോളൂ. ഐഷ പറയാൻ പോകുന്നതിന് മുമ്പ് ഞാൻ വിചാരിക്കുന്നു ഇന്റേതായിരിക്കും. യെസ്, പറഞ്ഞോളൂ. Arranged marriage is good, sir. Before Yes. family will always be with you. Yes. All is well. But Yes. it takes time for the wife and husband family to understand and accept each other. Yes. I prefer arranged before love marriage. Yes. Okay, 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 okay. Yes. കാരണം എന്താണെന്ന് വെച്ചാല് നോർമൽ അറേഞ്ച് മാരേജ് ആണെങ്കിൽ നമുക്ക് ആ പെണ്ണും ചെറുക്കനും തമ്മിൽ അടുക്കാൻ കുറെ ടൈം എടുക്കും മെന്റലി. പിന്നെ പുതിയ സ്ഥലമൊക്കെ ആയതുകൊണ്ട് കുറെ ടൈം എടുക്കും. എന്റെ കാര്യത്തിൽ എനിക്ക് 2 വർഷം വരെയൊക്കെ ടൈം എടുത്തായിരുന്നു അവരായിട്ട് മെന്റലി ഒന്ന് അടുത്ത് വരാൻ വേണ്ടിയിട്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എൻഗേജ്മെന്റും അങ്ങനെ എല്ലാം നിശ്ചയിച്ച് കുറച്ചാൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം കൊടുക്കണം അടുക്കാൻ. എന്നിട്ട് കല്യാണം നടത്തുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് കുടുംബം ഉണ്ടാവും, നമ്മൾ സന്തോഷത്തിലായിരിക്കും. Yes. Okay, 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 Aisha. I congratulate your observation. Yes. ഇനി ആരാണ്? ആരതി വരൂ. Sir, my marriage was a love marriage. I prefer love marriage. Yes, very good. Life is between two people. What is needed is mutual adjustment and understanding. Yes. In a love marriage, emotional connections, marriage built on love often have a strong emotional foundation and a deep understanding between partners. Yes. പിന്നെ ഈ ഫാമിലി സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാർ, അത് അവരുടെ നമ്മളുടെ നാട്ടിൻ പ്രദേശമാണോ പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ ഒക്കെ അനുസരിച്ചിട്ടാണ് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ലവ് മാരേജ് ആണെങ്കിലും സപ്പോർട്ട് ഉണ്ടാവാം, അറേഞ്ച് മാരേജ് ആണെങ്കിലും സപ്പോർട്ട് ഉണ്ടാവും. ഈ ജനറേഷനിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് ഇന്ന കുട്ടിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പാരന്റ്സ് അവരെ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മള് പാരന്റ്സ് ഡിസിഷൻ എടുത്തിട്ടൊരു നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അത് എത്രത്തോളം സക്സസ് ആവണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് കുറവാണ്. ഞാൻ അപ്പൊ ഇപ്പൊ ഒത്തിരി ചുറ്റും എന്റെ റിലേഷനിലാണെങ്കിലും ഇവിടെ എന്റെ ബിൽഡിങ്ങിലാണെങ്കിലും ഇപ്പൊ ലവ് മാരേജ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവര് തമ്മിൽ ലവ് മാരേജ് പാരന്റ്സ് നടത്തി കൊടുക്കുന്നുണ്ട്. ജീവിക്കേണ്ടത് 2 വ്യക്തികൾ തമ്മിലാണ്. അപ്പൊ നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ചിലപ്പോ ഇന്നത്തെ ജനറേഷൻ എല്ലാവരും വർക്കിംഗ് ആണ്, IT വർക്ക് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് എല്ലാ ജോലിയും കിട്ടിയിട്ടാണ് പാരന്റ്സിനോട് പറയുന്നത് എനിക്ക് ഇന്ന കൊച്ചിനെ ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ മാരേജ് ലൈഫ് പോകുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ കല്യാണം കഴിക്കാൻ പറയുമ്പോൾ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലവ് മാരേജ് ആണ്. ഞാൻ ഓൾസോ ലവ് മാരേജ് ആയിരുന്നു. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ആരതി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. എന്ത് അഭിപ്രായം പറയോട്ടെ? വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ചർച്ച മുന്നോട്ട് പോകുള്ളൂ. Okay, I'll say, what is your decision? What about your parents say? That is, for some time being set apart. What is your decision? By losing a decision.
എന്റെ ഡിസിഷൻ ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആണ്. യെസ്, ഓക്കെ 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 ഓക്കെ. ആ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നുന്നു തീരുമാനിച്ചു വെച്ച പോലൊരു സംശയം അല്ലേ ജിഷ? സാർ, സാറിന്റെ അഭിപ്രായം എന്താ? അല്ല, അത് വരുന്നുണ്ട് ഞാൻ. അതല്ല, ഈ അല്ലൂസ് പറഞ്ഞിട്ടേ ആ ചിരിയും അതൊക്കെ അല്ലേ ഒരു കാലത്തുണ്ടല്ലോ സാറേ, ഞാനും ഒക്കെ ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പൊ ഓർക്കുന്ന വിഡ്ഢിത്തരം ഒന്നും ചെയ്യാതിരുന്നത് നന്നായിരുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, ഹരിത എന്താ പറയാൻ പോയെ? ഹരിതയാണ് തർക്കിതയാണ് പറയാൻ പോയത്. പറഞ്ഞോളൂ ഹരിത. സർ, ഐ പ്രിഫർ ലവ് മാരേജ്. യെസ്, ഓക്കെ. ലവ് മാരേജിന്റെ ആൾക്കാർ ഉൾക്കൊണ്ടിരിക്കുകയാണ്. വൈ ഡു യു പ്രിഫർ ലവ് മാരേജ്? I had love marriage. We can understand more about life partner, and it's Yes. very friendly. Yes. Mutual respect and understanding, freedom and Yes. equality. My family is also Yes. supporting our marriage. Yes, your love marriage was with the consent of the parents. Okay. True, sir. Very good, very good, very good, very good, very good. Okay, Harida. Yes. Then, ഇനി ആർക്കാണ്? ഇനി ആർക്കെങ്കിലും പറയാൻ? യെസ്, ഓക്കെ. റെഡി ആകുമ്പോൾ പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെ കൊണ്ട് കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷിൽ സംസാരിപ്പിക്കുക, അതാണ് എൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഒരു വിഷയം എടുത്തിട്ടുള്ള വിഷയമാണിത്. യെസ്, പക്ഷെ ഈ വിഷയം എടുത്തിടാനുള്ള ഒരു കാരണം, ഇതാവുമ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ സ്പീക്ക് ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ്. യു ക്യാൻ ആൾസോ സ്പീക്ക് ഫ്രം ദ എക്സ്പീരിയൻസ് യു ഹാവ് സീൻ. നിങ്ങൾ കണ്ടിട്ടുള്ള ഉദാഹരണങ്ങളിൽ നിന്ന്, അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. മേ ബി യുവർ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, വാട്ട് എവർ ഇറ്റ് മേ ബി. യെസ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തിട്ടത്. അപ്പൊ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ദാറ്റ് വാസ് വെരി ഡീപ്. നിങ്ങൾ നന്നായിട്ട് സംസാരിച്ചിട്ട് ജിൻസി, ആർസു, ആൻസി, ജിഷ, അനു, നർമിത, ശ്രുതി എം ബി, റസീന, ജീന, പ്രവീണ, ശ്രുതി ലക്ഷ്മി, ഐഷ, ആരതി, അല്ലൂസ്, ഹരിത. യെസ്, അതിൻ്റെ അകത്ത് ആൻസിയും അനുവും നർമിതയും ശ്രുതി എം പിയും പിന്നെ ആരതിയും അല്ലൂസും ഹരിതയുമാണ് ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്തത്. ജീന വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിന്നു. അപ്പുറമുണ്ട് ഇപ്പുറമുണ്ട് എന്ന മട്ടില് ഒരു ഡിപ്ലോമാറ്റിക് ആയി തീരുമാനം എടുത്തു അല്ലെ. വെരി ഗുഡ്, വെരി ഗുഡ്. വാട്ടവർ നിങ്ങളെ ഈ വിവാഹിതരെ ഇതിലെ എന്ന് പറയുന്ന പഴയ ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജയറാമിന്റെ ഭാര്യയായിട്ടുള്ള പാർവതി ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണത്. പണ്ട് ഞാൻ കണ്ടൊരു സിനിമയാണ്. യെസ്, അപ്പൊ അതിന്റെ അകത്ത് ബാലചന്ദ്ര മേനോനാണ് നായകൻ. അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഇതാണ്: ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു സ്ത്രീക്കും അവളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളെ ഭർത്താവായിട്ട് ലഭിച്ചിട്ടില്ല. ജീവിതത്തില് ഒരു പുരുഷന് അവൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് ലഭിച്ചിട്ടില്ല. യെസ്, പിന്നെ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പാർട്ട്ണർക്ക് ഉണ്ടാകുന്ന കുറവുകൾ നമുക്കറിയാം. അതിനെ നമ്മൾ അംഗീകരിച്ച് സന്തോഷമായിട്ട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകണം. യെസ്, അപ്പൊ ചില പ്ലസ്സുകൾ പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ അടുത്ത കുറച്ച് പ്ലസ്സുകൾ അടുത്ത ആൾക്ക് കുറവായിരിക്കും. യെസ്, അപ്പൊ ഭർത്താവിന് എവിടെയാണോ കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഭാര്യ കയറി നിന്ന് സപ്പോർട്ട് ചെയ്ത് റെഡിയാക്കിയിടും. ഭാര്യക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ ആര് കയറി നിൽക്കുന്നു? ഭർത്താവ് കയറി നിന്ന് ഹാൻഡിൽ ചെയ്ത് അതിന് മുന്നോട്ട് പോകും. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞില്ല, വാട്ട് എവർ ഇറ്റ് മേ ബി ദ ഔട്ട്ലുക്ക് വിത്ത് റെസ്പെക്ട് ഓഫ് ദി പാർട്ട്നേഴ്സ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഓക്കെ, ഐ കൺഗ്രാറ്റുലേറ്റ് എവരിബഡി ഫോർ യുവർ ഡീപ് ആൻഡ് ഇൻവോൾവ്മെന്റ് ഇൻ ദിസ് സെഷൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കണ്ടീഷണൽ ക്ലോസിലേക്ക് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നമ്മൾ വേറെ വിഷയങ്ങളായിട്ട് വരും കേട്ടോ. യെസ്, ഓക്കെ, അങ്ങോട്ട് ഇൻവോൾവ് ആയിക്കോളാം. യെസ്, അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു വരികയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നേ, ഒരു ബി എൽ വന്നോണ്ട് ആ ഒരു തിരക്കിപ്പെട്ടു പോയതായിരുന്നു. ഓക്കെ, ശബന പറഞ്ഞോളൂ. ശബന, I prefer arranged marriage because my marriage is an arranged marriage.
Yes. Till now, I'm very happy with it. Yes. And then there is not only two persons love, there is a connection between two families. Yes. I think that is a very good thing. Yes. And we support, respect our family equally. Yes. And also my partner is very supportive and care person. So actually I prefer arranged marriage. Yes. Okay. You know that our parents will select the apt person. Right? Yes. Yes. Okay. Yes. Very good. Okay, ശബരയുടെ അഭിപ്രായം തന്നെയുള്ള കുറച്ച് പേരോട് ഉണ്ടായിരുന്നു. Yes. തുടക്കത്തിൽ അവരൊക്കെ തുടക്കത്തിൽ പറഞ്ഞു പോയി. Yes. Okay. Very good. Yes. അപ്പൊ നമ്മുടെ അഞ്ചു പറഞ്ഞില്ലേ? Yes, അഞ്ചു പറഞ്ഞോളൂ. Sir, I prefer both love and arranged marriage because there are both. ജീവന ടെക്നിക്കാണല്ലോ. Yes, പറഞ്ഞോളൂ. Because there are both positives and negatives to these two in my concept. Yes, okay. Unlike to the old days, there is no such love relationship that we seen in old cinemas. Now most of the love relationships are conditional, even if it is a serious relationship. Even love marriage, love that is a conditional. Okay, very good. Okay, can you continue? Even when any boy or any girl got impressed with other, first of all, today's youngsters think about, youngsters means that 90s kids. Yes. Think about can he or she will be a good choice not only for me but also to my family. And also they think all the sides even before approaching with a proposal, and the other one also think about their side also. That's all what is happening in an arranged marriage also. Yes. But there is a beauty in arranged marriage also, because without knowing each other, others positives and negatives, we need to live and move on together. And we need to adjust a lot more with their negatives, and there will be a struggle in the initial stage, but the bond will get stronger even before that. And nowadays most of the parents gives time for their children to mingle each other, even if it is an arranged marriage. At that time most of the parents give, I think. Yes. Okay. Continue. Another point is okay. Very good. Yes. Most of the parents give their children time to mingle each other, and the decision is completely up to them. They can decide whether you want to move on with this proposal, even if it is an arranged marriage. After that, decision will be made. I think my concept. Yes, okay. And you told that both marriage, arranged and love marriage, both merit and demerit, advantages and disadvantages. So, when we make a comparison, which is more better according to you? Both have its own defect and plus point and minus point. Yet, comparatively അങ്ങനെ തോന്നിയിട്ടില്ല സർ. പിന്നെ ഇപ്പോഴത്തെ ഞാൻ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഏജ് വെച്ചിട്ടാ ഞാൻ പറഞ്ഞേ. അപ്പൊ കുറച്ചുകൂടെ ഇപ്പോഴത്തെ ചെറിയ പിള്ളേരുടെ ഒരു ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. +2 കഴിയുമ്പോഴൊക്കെ പോകുന്ന അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു സമയത്തെന്നൊക്കെ പറയുമ്പോൾ കുറെ കൂടെ അത് രണ്ടും ഒരേപോലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരാള് ഒരു പ്രപ്പോസലായിട്ട് പോകുമ്പം തന്നെ ആലോചിക്കും, എന്റെ ഫാമിലിക്ക് പറ്റുന്ന ആളാണോ, എന്റെ കൺസെപ്റ്റിന് പറ്റുന്ന ആളാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടേ പോയി ഒരാളെ പ്രപ്പോസ് ചെയ്യത്തുള്ളൂ എന്നായിരുന്നു എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് അറേഞ്ച് മാരേജിനകത്ത് നടക്കുന്നത്. അപ്പം അതിനകത്ത് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നില്ല. പിന്നെ അറേഞ്ച് മാരേജിന് നമുക്ക് ഒരാളെ അറിയാത്ത ഒരാളാണ് എന്ന് പറയുന്നൊരു വാദമുണ്ട്. പക്ഷെ അതിനും ഇപ്പോഴത്തെ കുട്ടികൾക്ക് മീൻസ് ഇപ്പം കുറെയൊക്കെ പേരൻസ് അതിന് സമയം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് നാള്
നിങ്ങൾക്ക് കുറച്ച് നാള് ടൈം എടുക്കുക, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിൽ പേരൻസ് ചിന്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ രണ്ടും ഏതാണ്ട് ഒരുപോലാന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. Yes, very good, very good. Anju, I appreciate you for your good observation. Correct ആണ് കേട്ടോ പറഞ്ഞത് കേട്ടോ. ഇപ്പോഴത്തെ പാരന്റ്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, they will give the time, സമയം കൊടുക്കും. ഈ ഒരു കാര്യത്തിൽ മാത്രം മിക്ക പാരന്റ്സും മക്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതെങ്കിൽ അത് ആ ഇമ്പോർട്ടൻസ് കൊടുക്കും. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയൂ, വേണമെങ്കിൽ വേണമെന്ന് പറയൂ, അതിന് ശേഷമേ പ്രൊസീഡ് ചെയ്യുള്ളൂ എന്ന് പറയും. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സാർ, അത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ റീസെന്റ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഫാമിലിയിൽ ഒരു കൊച്ചിന് മാരേജ് ഫിക്സ് ചെയ്തു. ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് ഫിക്സ് ചെയ്തതാണ്. മോള് MBBS കഴിഞ്ഞ ഡോക്ടറായിരുന്നു. ആ ചെറുക്കൻ വന്നിട്ട് മെർച്ചന്റ് നേവിയിലായിരുന്നു. അപ്പൊ ഇവർക്ക് ഒരു വർഷം സമയം കൊടുത്തു. ഈ ഒരു വർഷം എൻഗേജ്മെന്റിന് ശേഷം ഒരു വർഷം ഇവര് സംസാരിച്ചിട്ട് അവസാനം എന്തോ കാരണം കൊണ്ട് അവർക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാൻ പറ്റുന്നില്ല, പറഞ്ഞിട്ട് കല്യാണം നടന്നില്ല. പിന്നീട് ആ കൊച്ച് ഡൽഹിയില് ഒരു ആർമിയുടെ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ജോലിയിൽ കിട്ടിയതിനു ശേഷം അവിടെ ചെന്നിട്ട് അവിടെയുള്ളൊരു കമാൻഡിങ് ഓഫീസറുമായിട്ട് ലവ് ആയിട്ട് ഇപ്പോ രണ്ടുപേരും 2 കാസ്റ്റും 2 സ്റ്റേറ്റും ആണ്. ആ ചെറുക്കൻ ഡൽഹിത്തെയാണ്, ഇവള് മലയാളിയാണ്. പക്ഷെ ഇന്നേരം കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. പാരന്റ്സ് അത് സപ്പോർട്ട് ചെയ്തു. വേറൊരു ഓപ്ഷൻ അല്ല, വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇത് രണ്ടും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചാലും കുറച്ചും കൂടെ സമാധാനമാണ്. അത് കല്യാണം കഴിച്ചതിന് ശേഷം തോന്നുന്നു. അതെ, നമുക്ക് കല്യാണം കഴിഞ്ഞാലല്ലേ ഇതിനെ കുറിച്ചുള്ള എന്തൊക്കെയാണെന്നുള്ള മനസ്സിലാകുള്ളൂ. ഇതേ ഒരിക്കലേ ഞാൻ ഇതേപോലെ ക്ലാസ്സിൽ നേരത്തെ കഴിയുമ്പോൾ ഹു ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ എന്ന് ചോദിച്ചു കുട്ടിനോട്. അപ്പൊ ആ ടീച്ചറിന്റെ പേര് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ടീച്ചറിനെ ഫേവറേറ്റ് എന്ന് പറയാനുള്ള കാരണം, ദ റീസൺസ്. അപ്പൊ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ആ ടീച്ചറിനെ പറ്റി. ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ കല്യാണത്തിന്റെ അന്ന് വന്നിട്ട് എന്നെ ഏറ്റവും അധികം ചീത്ത പറഞ്ഞ ഇത് ആ ടീച്ചറാണ്. എന്നിട്ട് അത് അതിന്റെ മനസ്സ് ഓർക്കണം. ക്ലാസ്സിലുണ്ട് മനസ്സ് ഓർന്നിട്ട് പറഞ്ഞു, ടീച്ചർ എന്നോട് പറഞ്ഞു കല്യാണം കഴിക്കണ്ടായിരുന്നു ഇപ്പോൾ എന്നാണ് പറഞ്ഞത്. കാരണം നീ ഇവിടെ ഒന്നും എത്തേണ്ട ആളല്ല, ഇതിൽ വളരെ ഒരു ഹൈ ലെവൽ വരെ എത്താൻ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നീ. പക്ഷെ നീ കല്യാണം കഴിച്ചതോടുകൂടി നീ അവിടെ എത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ ഈ മോണ്ടിസോറി ക്ലാസ്സിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക് ഓർക്കണം. എന്നിട്ട് അത് വളരെ വിഷമത്തോട് ഞാൻ അന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി അതിന്റെ സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് വേറൊരു ലെവലായെന്ന് ഞാൻ പറഞ്ഞു. ഫാൻസി പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുക, ഫാൻസി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെയൊക്കെ ആ ഒരു ലെവലിലോട്ട് ആദ്യം എത്തിക്കാൻ നോക്കും. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റേബിൾ ആയ ഒരു വരുമാനവും ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ. പിന്നെ ഇവിടെ നേരത്തെ ശബര പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത കാര്യം വഴി ഇന്നത്തെ കുട്ടികൾ ദേ ആർ വെരി പ്രാക്ടിക്കൽ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവർ വളരെ പ്രാക്ടിക്കലാണ്. പണ്ട് ഈ റൊമാൻസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്, പക്ഷെ ഇന്ന് ആ റൊമാൻസ് ഇല്ല അല്ലെ. ഈ റൊമാൻസ് ഒക്കെ ഒറ്റപ്പെടാറുണ്ടാവാം. എന്നിരുന്നാലും ഇപ്പൊ നേരത്തെ 90s എന്ന് പറഞ്ഞില്ലേ, ഇന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു പ്രാക്ടിക്കലാണ്. അവർ ചിന്തിക്കും ഇവളാണ് എന്റെ പാർട്ണർ ആവണമെങ്കിൽ അത് ശരിയാവൂല്ലേ. ഈ എല്ലാ സൈഡും ഫ്രം ഇക്കണോമിക് സൈഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഡിസിഷൻ ചെയ്തതിനു ശേഷം തീരുമാനം എടുത്തിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ദേ ആർ മോർ പ്രാക്ടിക്കൽ. വെരി പ്രാക്ടിക്കൽ മീൻസ് വെരി പ്രാക്ടിക്കൽ. നമ്മൾ ഇന്നത്തെ കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാണുന്നതിന്റെ ഒക്കെ അപ്പുറത്താണ് അല്ലെ. പണ്ട് കാലത്ത് നമ്മൾ ഒരിഷ്ടമാണോ എന്ന് ചോദിച്ചാൽ മൗനം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മൗനം എന്നതിന്റെ ലക്ഷണമായിട്ട് പറയും സമ്മതത്തിന്റെ. പഴയ കാലത്ത് പറയും മൗനം സമ്മതത്തിന്റെ ലക്ഷണമായിട്ട് പറയും അല്ലെ. അതുകൊണ്ട് നമ്മുടെ ഈ വയലാർ എഴുതിയിരിക്കുന്ന ഒരു പാട്ടുണ്ട്, കാട്ടുതാറാവുകൾ ഇണകളെ തേടും കായലിനരികിലൂടെ, കടത്തു വഞ്ചിയിൽ ആള് കയറും കല്ലുതുക്കുകളിലൂടെ, നടന്നു വരും താരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം. ഇതൊരു സിനിമയിൽ വരികളുണ്ട്, പാടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ. യെസ്. അപ്പൊ അന്ന് മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം. ഇത് വയലാറിന്റെ ഒരു വരിയാണ്. യെസ്. അപ്പൊ അന്ന് മൗനമായിരുന്നു. ഇപ്പൊ ഇനി മൗനമൊന്നുമില്ല. ഉള്ള കാര്യം ബി ഫ്രാങ്ക്.
അതല്ലെങ്കിൽ ഓക്കെ ലേറ്റസ്റ്റ് ബ്രേക്കപ്പ്. അപ്പോ ആ ഒരു ലെവലിലോട്ട് കുട്ടികളൊക്കെ വന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. യെസ്, നമ്മൾ അവരെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല കേട്ടോ. സാർ പണ്ടാണെങ്കിൽ എല്ലാ പേരൻസും മറ്റേ പഠിക്കാനൊന്നും സമ്മതിക്കത്തില്ല. ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പം ഗേൾസിന് പിടിച്ച് പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല. കുട്ടികൾക്ക് പഠിക്കാനും ഇപ്പോഴത്തെ ബോൾഡായിട്ട് അവര് സംസാരിക്കും, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി കിട്ടിയിട്ട് മതി. പണ്ട് അങ്ങനെ ഒരു വോയിസ് സംസാരിക്കാൻ പറ്റില്ല. അതാണ് ഈ കുറച്ച് ഇച്ചിരി പ്രായമുള്ള ഈ ഗ്രൂപ്പിലുള്ളവരായിരിക്കും ചിലപ്പം ലവ് മാരേജിന് നമുക്കിപ്പോ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവരെയൊക്കെ പെട്ടെന്ന് പിടിച്ച് അറേഞ്ച് മാരേജ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കല്യാണം കഴിക്കാൻ മനസ്സിലാകാനുള്ള സമയം കൊടുക്കാതെ. പിന്നൊരു കാര്യം കൂടി ചെയ്യാൻ, ക്രിസ്ത്യൻ കല്യാണങ്ങളില് കല്യാണം കഴിക്കുന്നേക്കാളും തൊട്ട് മുമ്പ് അവിടെ ഒരു ഡയലോഗ് ഉണ്ട് പള്ളിയിലെ ചില കേട്ടിട്ടില്ലേ? അവിടെയാണ് കുഴപ്പം. അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് കാരണന്മാർക്ക് ടെൻഷൻ മാറുള്ളൂ. ഇന്നാളുടെയും മകനായ പേര് പറയുന്നു ജോണിനെ നിനക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമാണോ എന്നൊരു ചോദ്യം ആരോട് ചോദിക്കും? പെൺകുട്ടിയോട് ചോദിക്കും. അപ്പോ വേണമെങ്കിൽ അവിടെ വെച്ച് പറയുന്നോ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കല്യാണം സ്റ്റോപ്പാണ്. യെസ്, അതാ ഒരു കേസ് അവിടെ കിടപ്പുണ്ട്. വേറെ ഒന്നും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഈ അതുപോലെ തന്നെ ഈ ആൺകുട്ടിയോട് ചോദിക്കും, ഇന്നാളുടെയും മകളായിട്ടുള്ള ഇന്ന പെൺകുട്ടിയെ നിനക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് പറയാണ് എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പാണ്. അപ്പൊ ഈ കല്യാണം നടക്കുന്ന സമയത്ത് അവിടെ സദ്യ വരെ റെഡിയാക്കി വെച്ചേക്കോട്ടെ. കാരണം ഈ കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള ഫുഡ് വരെ റെഡിയാണ് അവിടെ. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കണ്ടിട്ടുണ്ട്. ഒറിജിനല് അങ്ങനെ പറയും. സാർ അത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു സഭയ്ക്ക് മാത്രമേ ഉള്ളത്, എല്ലാവർക്കും ഇല്ല. ഇല്ല, ഓർത്തഡോക്സുകാർക്കൊന്നുമില്ല. കത്തോലിക്ക സാർ അത് LC മാത്രമേ ഉള്ളൂ. സാർ LC ആണോ? ഞാൻ LC ആണ്. ഞാൻ നമ്മുടെ കണ്ടിട്ടുണ്ട്. പക്ഷെ സിറിയൻസിന് ചോദിക്കാറില്ല. ഇല്ല, നമുക്കാർക്കും ഇല്ല. മനസ്സമ്മതം എന്ന് പറഞ്ഞൊരു ചടങ്ങില്ല. അങ്ങനെ അതെ, രണ്ടില് മനസ്സമ്മതത്തിനും ചോദിക്കും, അതിനോടൊപ്പം തന്നെ 2 പ്രാവശ്യം ചോദിക്കും. ഇല്ല, നമുക്കില്ല. നമുക്ക് അങ്ങനൊന്നുമില്ല. സാർ അത് LC ലാറ്റിൻ കാത്തലിക്കിനാണ് സാർ നമ്മൾ ആ പൂജയുടെ ഇടയിൽ ചോദിക്കുന്നത്. സാറ് പറഞ്ഞ് നമ്മുടെ പള്ളിയിലാണ് അങ്ങനെ കറക്റ്റാ ചെയ്യുന്നത്. ഒന്നുമില്ല, നേരിട്ട് വീട്ടിൽ നിന്ന് പാരന്റ്സ് സമ്മതമാണെന്ന് അങ്ങ് ചോദിക്കും. വീട്ടിൽ വെച്ച് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ സമ്മതിപ്പിക്കാം. അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ്. കാരണം അവിടെ ഈ പറഞ്ഞിട്ട് അത് വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ആ അച്ഛനെ വൈദ്യങ്ങൾ വെച്ചു കൊടുക്കും. എന്ന് പറയും, ഉറക്കെ പറയും എന്ന് പറയും. ആരുടെയും സമ്മർദ്ദമില്ലാതെയാണ് വിവാഹത്തിന് വന്നിരിക്കുന്നത് ചോദിക്കുമ്പോ യേസ് എന്ന് പറയണം. അപ്പൊ ഈ 2 ചോദ്യങ്ങൾ, അപ്പൊ കാത്തലിക് ആയിട്ടുള്ളവരുടെ മാതാപിതാക്കന്മാർക്ക് ഒരു പേടിയുണ്ടാവും. ഇനി ഇവിടെ അങ്ങനെ ആ സമയമാകുമ്പോ എങ്ങനെ മാറ്റി പറയൂ എന്നൊരു ഭയം ഉണ്ടാവും. യെസ്, ഓക്കെ, എല്ലാവർക്കും അതുമാണ്. യെസ്, അപ്പൊ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും അതില്ല എന്ന് എനിക്ക് അറിയില്ല. ഞാൻ വിചാരിച്ചു ക്രിസ്ത്യൻ കല്യാണമൊക്കെ അതെന്തെന്നാണ് വിചാരിച്ചത്. ആ പറയുന്ന ഡയലോഗ് പോലും ഞാൻ ഓർക്കുന്നുണ്ട്. അല്ലെ, ഈ നിമിഷം മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് സത്യം ചെയ്തു. അല്ലെ, അങ്ങനല്ലേ? അതെ സാർ. എന്നിട്ട് പെണ്ണ് സമ്മതാണെന്ന് പറഞ്ഞാലേ താലി കിട്ടൂല്ലെങ്കിൽ അതേപോലെ ഇറങ്ങി പോകാം. ഇത് പറയണം. ഇതന്നെ ഞാൻ ചിലപ്പോ പറഞ്ഞാൽ അങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടാവും. ആദ്യത്തെ സെൻസ്, രണ്ടാമത്തെ, മൂന്നാമത്തെ മാറി വന്നിട്ടുണ്ട്. ഏതാണ്ട് ഇതേ അർത്ഥം വരുന്ന സംഗതിയാണ്. ഒന്ന്, ഞാൻ ഇതിപ്പോ കൃത്യമായിട്ട് പറയാൻ കാരണം വേറെ ഒരു പ്രോജക്ട്, ഒരു കലാപരിപാടിക്ക് വേണ്ടിയിട്ട് ഈ സാധനം ഒരു ആൾക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഞാനിത് എന്ത് ചെയ്തു, ഇത് പഠിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ എനിക്കിത് മനസ്സിൽ ഓർമ്മയാണ്. ഞാൻ കൃത്യമായിട്ട് ഇത് പറഞ്ഞില്ല. യെസ്,
പിന്നെ കല്യാണങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ കേൾക്കുകയും ചെയ്യാമല്ലോ. യെസ്, ഓക്കെ. സാർ ചില കല്യാണത്തിന് ചില കല്യാണം അല്ല, ക്രിസ്ത്യൻസിന് എനിക്ക് തോന്നുന്നു മുന്നേ ക്ലാസ് ഉണ്ട്, ഒരു 1-2 ദിവസം അവിടെ പോയി നിന്ന് ചെറുക്കനും പെണ്ണും കൂടെ അങ്ങനെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ട്. അത് മുസ്ലിംസിനും ഉണ്ട്, പള്ളിയിൽ വെച്ച് കല്യാണത്തിന് മുമ്പ് ക്ലാസ് ഉണ്ട്. എവിടെയോ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി ഓഡിറ്റോറിയത്തിലൊക്കെ അവിടെ താമസിച്ച് 2 ദിവസമൊക്കെ എടുക്കുന്ന അങ്ങനത്തെ ക്ലാസ് ഒക്കെ ഉണ്ട്, എല്ലാ വിഷയത്തെ കുറിച്ചും പറയാൻ. കാരണം ഞാനും ആ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോ ആ ക്ലാസ്സിന്റെ സമയത്ത് എന്റെ ഇടയ്ക്ക് വെച്ചിട്ട് അതിന്റെ ഡയറക്ടർ ഒരു അച്ഛൻ വന്ന് പറഞ്ഞു, ഇതിനകത്ത് കല്യാണം നിശ്ചയിച്ച പെൺകുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ കല്യാണം നിശ്ചയിച്ച പെൺകുട്ടികളൊക്കെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ആൺകുട്ടികളോട് പറഞ്ഞു, മനസ്സിലായാലും ഇത്രയും പേരെ നോക്കണ്ട, കാരണം ഇവർ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ബാക്കിയുള്ളവരായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഇന്റർവ്യൂ സമയത്ത് സംസാരിക്കാം. കാരണം എല്ലാവരും മാരേജ് വിചാരിച്ചു വന്നേക്കണല്ല എന്ന് വിചാരിച്ചിട്ട് ഒളിച്ചോടാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് സംസാരിക്കാം. അത് കേട്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു. വിജയൻ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു. ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിന് ഇതിന്റെ വേറെ അർത്ഥം പറ്റിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന കേസ്, ഒരു പയ്യനും പെൺകുട്ടിയും കൂടി കണ്ടു വിവാഹം ഉറപ്പിച്ച് തീരുമാനിച്ചതിന് ശേഷം ഈ കോഴ്സിന് പോവുകയാണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ 2-3 ദിവസം അടുപ്പിച്ച് പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോ പയ്യന് ഈ പെൺകുട്ടിനെ വേണ്ട, അത് നമുക്കൊന്ന് പിന്മാറിയാലോ എന്നായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. യെസ്, റയർ കേസ് ആണത്, എന്നാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. യെസ്, കാരണം മറ്റത് ജസ്റ്റ് ഒന്ന് കണ്ടേയുള്ളൂ. 3-4 ദിവസം അടുപ്പിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അതിനേക്കാൾ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ കണ്ടെന്നത് കൂടി ആയിരിക്കാം, ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നൊരു ചിന്ത വന്നു. യെസ് സാർ, ഈ ക്രിസ്ത്യൻസിലെ പൊതുവെ ഡിവോഴ്സ് കുറവാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം ഈ ക്ലാസ് ഒക്കെ കാരണമാണ് എന്നൊക്കെ ഒരു മുന്നേ കൂട്ടി മനസ്സിലാക്കാനുള്ള കുറെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടായത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഡിവോഴ്സ് കുറവാണ്. അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറയും, എല്ലാത്തിലും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ മ്യൂച്വൽ റെസ്പെക്ട് ആണ് വേണ്ടത്, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിന്റെ നെഗറ്റീവ് സൈഡ്, പോസിറ്റീവ് സൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതൊക്കെ ഉള്ളൂ എല്ലാത്തുള്ളത്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് ചില ഒരു പ്രൊഫഷൻ. അപ്പൊ ഒരു ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും അവരൊക്കെ വന്നിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കണല്ലേ. നമ്മളെപ്പോഴും ഒരു എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. അത് ഹൗ വി ഹാൻഡിൽ ഇറ്റ്. എല്ലാവരും പറയുന്ന ഓരോ കാര്യങ്ങളാണ്, പക്ഷെ അത് ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, അത് ആ ഹാൻഡിലിങ്ങിലാണ് എൻ്റെ സക്സസും ഫെയിലിയറും ചെയ്യുന്നത്. യെസ്, ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് നമ്മളെ പുതിയ വിഷയത്തിലോട്ട് വന്നിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഗ്രാമറിന്റെ ബാക്കിയെടുക്കും, ഏത് കണ്ടീഷൻ സെന്റൻസിന്റെ ബാക്കിയെടുക്കും. അപ്പൊ 11:27 ആയതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. We will meet in the next class. Once again, I congratulate everybody for your deep involvement in the debate. Okay, thank you. എന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാൻ മറക്കരുതേ. പരിഗണിച്ചേക്കണേ.